റിനു, അങ്ങനെ അറസ്റ്റ് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുമെന്നായിരുന്നു ആദ്യം വന്ന സൂചനകൾ. അതല്ല, കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ഈ കേസിൽ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തുകയാണല്ലേ? ഗൂഗിൾ അങ്ങനെ വേണം കരുതാൻ. രാഹുൽ ഈശ്വറിനെതിരെ പിടിമുറുക്കുന്നു പോലീസ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ആദ്യ സമയത്ത് BNS 72, 79, 351, IT ആക്ട് 43, 66 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരം. ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയോട് കൂടിയാണ് AR ക്യാമ്പിലേക്ക് രാഹുൽ ഈശ്വറിനെ എത്തിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. അതിനുശേഷം 7:30 മണിയോടുകൂടി ഈ രാഹുൽ ഈശ്വറിനെ പോലീസ് വാഹനത്തിൽ പുറത്തേക്ക് എത്തിക്കുന്നു. പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം പോലീസ് വലിയ രീതിയിലൊരു വട്ടം കറക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം രാഹുൽ ഈശ്വറുമായി പോലീസ് പല സ്ഥലങ്ങളിലായി സിറ്റിയിൽ കറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഔദ്യോഗികമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വറിനെ ഇവിടെ പോലീസ് എത്തിച്ചത്. ആ സമയവും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടും. കാരണം ബെയിലബിൾ ഒഫൻസുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് വിടും. അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം ഇവിടെയുണ്ട്. പക്ഷേ അല്പസമയം മുമ്പാണ് അവർക്ക് വിവരം ലഭിക്കുന്നത് ഇന്ന് വിടാൻ സാധ്യതയില്ല എന്നുള്ളത്. അവരോട് ഭക്ഷണം ഉൾപ്പെടെ രാഹുൽ ഈശ്വറിനെ എത്തിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു വകുപ്പ് കൂടി ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലൈംഗിക ചുവയോടുകൂടിയിട്ടുള്ള അധിക്ഷേപം നടത്തിയതിനാണ് ഈ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. നോൺ ബെയിലബിൾ ആണ് ഈ വകുപ്പ് ചേർത്തത്, അല്ലെങ്കിൽ ഈ നോൺ ബെയിലബിൾ ആണ് ഈ വകുപ്പ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ വിടാൻ സാധ്യതയില്ല. BNS 75(3) വകുപ്പാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തി എന്നുള്ളതാണ് ഈ വകുപ്പുകൾ. ഇത് നോൺ ബെയിലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടില്ല എന്ന് നമുക്കറിയാം. ഇന്ന് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഫോർട്ട് ആശുപത്രിയിൽ എവിടെയെങ്കിലും എത്തിച്ച് വൈദ്യപരിശോധന നടത്തും. അതിനുശേഷം അദ്ദേഹത്തെ രാവിലെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാനാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതനുസരിച്ചായിരിക്കും അന്വേഷണ സംഘം നീങ്ങുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പ്രതികളാണ് ഉള്ളത്. രാഹുൽ ഈശ്വറാണ് ഇതിൽ 5ാം പ്രതി എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ നൽകിയതുമാണ്. മറ്റു പ്രതികൾക്കെതിരായിട്ടുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നിലവിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും ദിവസങ്ങളിൽ അവരെയും ചോദ്യം ചെയ്യും. 1ാം പ്രതി രഞ്ജിത പുളിക്കൻ, അതുപോലെ തന്നെ 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതുപോലെ തന്നെ കേസിലെ 4ാം പ്രതി സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വറാണ് 5ാം പ്രതി. ഈ പ്രതികളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നിർണായകമായ നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ സാധാരണ വകുപ്പുകൾ, നിസാര വകുപ്പുകളാണ് ചുമത്തിയതെങ്കിൽ പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഇടപെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം നിസാര വകുപ്പുകൾ ചുമത്തി രാഹുൽ ഈശ്വറിനെ അങ്ങനെ പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നതടക്കമുള്ള നിരീക്ഷണമാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും പരിശോധിച്ചതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന്, അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൂടുതൽ വകുപ്പുകളും ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ദീപ രാഹുൽ, അദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തുണ്ടായിരുന്നു. അവരോട് ഭക്ഷണം ഉൾപ്പെടെ എത്തിക്കാൻ പറഞ്ഞു. ഭക്ഷണവുമായി അവരകത്തേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ജാമ്യം നൽകില്ല, സ്റ്റേഷൻ ജാമ്യം നൽകില്ല, പുറത്തേക്ക് വിടില്ല എന്നുള്ളത് തന്നെയാണ് ഗോകുൽ നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. റിനു, ഈ രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകനോ മറ്റോ സ്റ്റേഷൻ പരിസരത്തുണ്ടോ? ഈ മജിസ്ട്രേറ്റ് മുന്നിലോ മറ്റോ ഇന്ന് ഹാജരാക്കിയാൽ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ഒരു ജാമ്യത്തിന് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വാദം ഉന്നയിക്കാനുള്ള ഒരു അവസരം അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഇടപെടലും രാഹുൽ ഈശ്വർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ 24നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒന്നും തന്നെ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു ഇടപെടൽ അല്ലെങ്കിൽ നടപടി എന്നുള്ളത് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ചില വീഡിയോ ക്ലിപ്പുകൾ ഈ ഫോണിൽ നിന്ന്, രാഹുൽ ഈശ്വറിന്റെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കൂടുതൽ വകുപ്പ് ചുമത്തി നാളെ മജിസ്ട്രേറ്റ് മുന്നിലെ ഹാജരാക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് ഹാജരാക്കാനും സാധ്യതയുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അത്തരമൊരു നടപടിയിലേക്കും സൈബർ പോലീസ് കടക്കും. അങ്ങനെയാണെങ്കിൽ വക്കീലിനെ നേരത്തെ തന്നെ നമ്മൾ ദീപ രാഹുലുമായി സംസാരിക്കുമ്പോൾ വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അഭിഭാഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അഭിഭാഷകൻ തീർച്ചയായും മജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തും. ഇവർക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് പറയും. സ്വാഭാവികമായും നമുക്കറിയാം, നേരത്തെ വിവിധ കേസുകളിൽ ഇത്തരം സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാജൻ സ്കറിയക്കെതിരെ എടുത്ത കേസുകളിൽ മജിസ്ട്രേറ്റ് ജാമ്യം നൽകുന്ന ഒരു ഇടപെടലുമുണ്ടായി. നോൺ
ബെയിലബിൾ ഒഫൻസ് ചേർത്താണ് എടുത്തത് ആ കേസ്. പക്ഷേ മജിസ്ട്രേറ്റ് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെയാണ് രാഹുൽ. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. എഫ്ഐആർ റീ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. എന്തായാലും നിലവിൽ പോലീസ് വലിയ രീതിയിലുള്ള ഒരു ഇടപെടലിലേക്ക് പോയിരിക്കുന്നു. രാഹുൽ ഈശ്വറിന് കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. റിനു, മുമ്പ് പല ഘട്ടങ്ങളിലും സമാനമായ പരാതി രാഹുലിനെതിരെ ഉയർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സൈബർ അധിക്ഷേപത്തിന്റെ വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസുകൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഷാജൻ സക്കറി അടക്കമുള്ളവർക്ക് ജാമ്യം ലഭിച്ച സാഹചര്യമൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഈ കേസിൽ അതൊന്നുമല്ല. ട്രയലൊന്നും ആരംഭിച്ചിട്ടില്ലാത്ത, ഏതാണ്ട് ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവരെ ഒളിവിലാണ്. അവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് അവരിലേക്ക് എത്താൻ അന്വേഷണ സംഘം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഘട്ടത്തിലാണ് അതിജീവിത ഇത്രയേറെ മോശമായി അധിക്ഷേപം, അത്രയും മനുഷ്യത്വരഹിതമായ അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അതിജീവിത എന്ന പദത്തെ തന്നെ വക്രീകരിച്ച് വീഡിയോയിൽ അവതരിപ്പിച്ച ആളാണ് ഈ രാഹുൽ ഈശ്വർ. അപ്പോൾ പിന്നെ ഈ വാദങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അധിക്ഷേപിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞു നിൽക്കാൻ പോലും ഒരു ഗ്രൗണ്ട് ഇല്ലാത്ത തരത്തിലാണ് ആ വീഡിയോ തെളിവുകൾ. തീർച്ചയായും അങ്ങനെ വേണം ഗോകുൽ നമുക്ക് കരുതാൻ. കാരണം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലടക്കം അതുപോലെ തന്നെ മാധ്യമങ്ങളിലടക്കം എത്തി ഈ പെൺകുട്ടിയുടെ ജോലി അടക്കം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും ഈ കുട്ടിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ ഒന്നും തന്നെ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പഴയ ഏതോ ഒരു വീഡിയോ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അത് മറ്റുള്ളവർ കുത്തിപ്പൊക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ള വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അത് കണ്ടുടനെ അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോലീസിനെ അത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അത് കൃത്യമായി തന്നെ രാഹുലിന് കുരുക്കാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയതെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ അത്തരമൊരു കടുത്ത നടപടികളിലേക്ക് പോകാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിരുന്നില്ല. പിന്നീടാണ് അതിശക്തമായിട്ടുള്ള വകുപ്പുകൾ കൂടി ചേർക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. അതിനുശേഷമാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് പോയെന്നും നമുക്ക് പറയാൻ കഴിയും. എന്തായാലും നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുണ്ട്. കാരണം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടത്തണം. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് നാളെയോ കൊണ്ടുപോകുള്ളൂ എന്നുള്ളതും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് തന്നെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഇന്ന് തന്നെ കൊണ്ടുപോകുമോ എന്നുള്ളതും വിവരം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തി എന്നുള്ളതാണ് പുതിയ വകുപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. BNS 75(3) വകുപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പൗടിക്കോണത്തെ വീട്ടിലെത്തി രാഹുൽ ഈശ്വറിനോട് അന്വേഷണ സംഘം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഹാജരാകാൻ വിളിപ്പിച്ചു. അതിനുശേഷം കസ്റ്റഡിയിൽ എടുക്കുന്നു. ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി എപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും, അത് വൈദ്യപരിശോധന എപ്പോൾ എന്നൊക്കെയുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെ എന്നത് അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ റിന്യൂവിലേക്ക് നമ്മൾ അപ്പോൾ തന്നെ എത്തും. ഏതായാലും ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നോ അതല്ല നാളെയാണോ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുക, ജാമ്യത്തിനുള്ള സാധ്യത ഉണ്ടോ എന്നതെല്ലാം ആകാംക്ഷയാണ്. അതിലേക്കൊക്കെ നമ്മൾ അതിന്റെ അപ്ഡേറ്റ്സിനനുസരിച്ച് തന്നെ എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.